അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, നമ്മളൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ കവർ ചെയ്തു. നമ്മളിനി കുറച്ചും കൂടി സ്പെസിഫിക്സിലേക്ക് കടക്കുകയാണ്. ഈ ഫെയർ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന് 3 ലെവലുണ്ട്. ഈ 3 ലെവല് വരുന്നത് ഇതിൻ്റെ റിലയബിലിറ്റി അനുസരിച്ചിട്ടാണ്. അതായത് ആദ്യത്തെ ലെവലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫെയർ വാല്യൂ വളരെയധികം റിലയബിൾ ആയിരിക്കും. പക്ഷെ നമുക്കത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിരിക്കണം എന്നില്ല. അത് എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ അസറ്റിലും എല്ലാ ലയബിലിറ്റിയിലും നമുക്കത് ആ ആ ലെവലിൽ വരുന്ന ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലെവൽ 2ലേക്ക് പോകും. ലെവൽ 2ലും പറ്റാത്തത് നമ്മൾ ലെവൽ 3ൽ ചെയ്യും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലെവൽ 1ൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഐഡൻറ്റിക്കൽ അസറ്റിനെ കണ്ടുപിടിക്കും. നമ്മുടെ കയ്യിലുള്ള അസറ്റിന് നമ്മൾ അതേപോലെ തന്നെ ഒരു അസറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അതേപോലെ നമ്മളൊരു ആക്റ്റീവ് മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്. ഇതേ ഫോൺ വേറൊരാളുടെ കയ്യിലുണ്ട്. അതേ സ്പെസിഫിക്സ്, അതേ കളർ, അതേ മോഡൽ എല്ലാം സെയിം. ഇയാളും ഞാനും കൂടെ ഈ ഫോൺ ക്വിക്കറിലോ OLXലോ വിൽക്കാൻ വരികയാണ്. അപ്പോൾ അതൊരു ആക്റ്റീവ് മാർക്കറ്റായി. അതായത് ഈ ക്വിക്കറിലും OLXലും ഇതിൻ്റെ വാങ്ങൽ, വിൽക്കൽ, വിൽക്കൽ, വാങ്ങൽ ഇത് സ്ഥിരം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊരു ആക്റ്റീവ് മാർക്കറ്റായി മാറിക്കഴിഞ്ഞു. പിന്നെ അതിനകത്ത് കോട്ടഡ് പ്രൈസിൻ്റെ ഒരു എലമെൻറ്റും കൂടെ വരുന്നുണ്ട്. അതായത് നമുക്കിതിൻ്റെ പ്രൈസ് എന്താണെന്ന് ആദ്യം അറിയില്ല. നമുക്ക് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഈൽഡ് റേറ്റ് ഇത് നമുക്ക് ആദ്യം അറിയാം. ഇപ്പോൾ ചില വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കോഴ്സസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവർ പറയും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പൈസ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറയും. ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ എന് കിട്ടുന്ന പ്രൈസാണോ ബിന് കിട്ടുന്നത് നമുക്കറിയില്ല, ബിന് കിട്ടുന്നതാണോ എന് കിട്ടുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇതൊരു കോട്ടഡ് പ്രൈസാണ്, ഒരു അൺഒബ്സർവബിൾ പ്രൈസാണ്. അപ്പോൾ ലെവൽ 1 എന്ന് പറയുന്നത് നമ്മൾ ഒരു ഐഡൻറ്റിക്കൽ അസറ്റിനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എനിക്ക് iPhone 11 ഉണ്ടെങ്കിൽ നമ്മൾ iPhone 11 വേറൊരാളെ കണ്ടുപിടിക്കുന്നു. ഒരേ സ്പേസ്, അതായത് ഒരേ സ്റ്റോറേജ് സ്പേസ്, ഒരേ കളർ, ഒരേ മോഡൽ എല്ലാം സെയിം ആയിട്ടുള്ള നമ്മുടെ അതേ വർഷം വാങ്ങിയിട്ടുള്ള ഒരാളെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതേപോലെ തന്നെ കണ്ടുപിടിക്കല്ല, അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അതേപോലെ തന്നെ ഒരു ആക്റ്റീവ് മാർക്കറ്റ്. ഇത് രണ്ടും വരുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഫെയർ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ ഈസിയാണ്. ഇനി നമ്മുടെ അസറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു സ്ഥലമാണെന്ന് കൂട്ടിക്കും. ഒരേ ഒരു സ്ഥലത്തിൻ്റെ അതേപോലെ നമുക്ക് വേറെ സ്ഥലം ഒരിക്കലും കിട്ടില്ല. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഒരേ സ്ട്രെയിറ്റ് ലൈനിലുള്ള 2 പ്ലോട്ടാണെങ്കിൽ പോലും ഈ പ്ലോട്ടും ആ പ്ലോട്ടും 10 സെൻറ്റ് 10 സെൻറ്റ് ആണെങ്കിൽ പോലും ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ഒരു സിമിലർ അസറ്റിനെ കിട്ടി. നമുക്ക് ഐഡൻറ്റിക്കൽ അസറ്റിനെ കിട്ടിയില്ല. നമ്മൾ സിമിലർ അസറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ നമ്മൾ അവിടെ ഇപ്പോൾ ഒരു ആക്റ്റീവ് മാർക്കറ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ അതിന് പകരം ഒരു ലെസ് ആക്റ്റീവ് മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൽ നമ്മൾ ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ലയബിലിറ്റീൻ്റെ ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അത് അത്ര റിലയബിൾ അല്ല ആസ് ലെവൽ 1. കാരണം നമുക്കൊരു ഐഡൻറ്റിക്കൽ അസറ്റിനെ കിട്ടുന്നില്ല, നമുക്കൊരു സിമിലർ അസറ്റിനെ കിട്ടുന്നുള്ളൂ. നമുക്കൊരു ആക്റ്റീവ് മാർക്കറ്റിനെ കിട്ടുന്നില്ല, നമുക്കൊരു ലെസ് ആക്റ്റീവ് മാർക്കറ്റിനെ കിട്ടുന്നുള്ളൂ. പക്ഷേ കോട്ടഡ് പ്രൈസിൻ്റെ കോൺസെപ്റ്റ് രണ്ടിടത്തും സിമിലർ ആയിട്ട് നിൽക്കും. ലെവൽ 2ലേക്ക് വരുമ്പോൾ കോട്ടഡ് പ്രൈസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒബ്സർവബിൾ പ്രൈസസ് ആയിട്ടുള്ള ഈൽഡ് റേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ വരുന്നതായിരിക്കും. ഇനി ലെവൽ 3 നമുക്ക് സിമിലർ അസറ്റും ഇല്ല, ഐഡൻറ്റിക്കൽ അസറ്റും ഇല്ല, നമുക്ക് ആക്റ്റീവ് മാർക്കറ്റ്സ് ഇല്ല, ലെസ് ആക്റ്റീവ് മാർക്കറ്റ്സും ഇല്ല. നമുക്ക് ആകെ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒരു യുണീക്ക് അസറ്റ് അല്ലെങ്കിൽ യുണീക്ക് ലൈബിലിറ്റി. നമ്മളങ്ങനെ അങ്ങനെ കേൾവി ഇല്ലാത്ത സംഭവങ്ങളാകുന്ന സമയത്ത് എസ്പെഷ്യലി ഇൻ ദ റിയൽ മാർക്കറ്റ് ഓൾസോ നമുക്കിവിടെ ആകെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആ അസറ്റിൻ്റെ ലയബിലിറ്റീൻ്റെ വാല്യൂ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബാക്കി 2 ലെവൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ, കാരണം ബാക്കി 2 ലെവൽസ് മാർക്കറ്റിൽ നടക്കുന്നതാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻസ് ഓർമ്മയുണ്ടെങ്കിൽ അതിനകത്ത് ഈ എല്ലാ ട്രാൻസാക്ഷൻസും മാർക്കറ്റ് ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ ആ ബേസിസ് വരാണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിലയബിലിറ്റി വീണ്ടും താഴെ വരും. അപ്പോൾ അതാണ് ലെവൽ 3. ലെവൽ 1ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിക്കൽ അസറ്റ്, ആക്റ്റീവ് മാർക്കറ്റ്, കോട്ടഡ് പ്രൈസസ്. ലെവൽ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ സിമിലർ അസറ്റ്സ്, ലെസ് ആക്റ്റീവ് മാർക്കറ്റ്സ്, കോട്ടഡ് ഓർ ഒബ്സർവബിൾ പ്രൈസസ്. ലെവൽ 3 വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫോർകാസ്റ്റ് ചെയ്യുന്നു. ഇതാണ് 3 ലെവൽസ് ഫെയർ വാല്യൂവിൽ.